മൗലിക കടമകളെ കുറിച്ചാണ് അല്ലേ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്നത്. നമ്മുടെ അവകാശങ്ങൾ എന്തൊക്കെയാണ്, നമ്മുടെ ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണ്, നമുക്ക് തന്നിരിക്കുന്ന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെയാണ് അല്ലേ. അപ്പോൾ നമ്മുടെ രാജ്യം നമുക്ക് നൽകുന്ന അവകാശങ്ങൾ പോലെ അത് തിരിച്ചു കൊടുക്കാനുള്ള എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ തിരിച്ചു കൊടുക്കാനുള്ള ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ടല്ലേ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് നൽകിയിരിക്കുന്ന ചില കടമകളുണ്ട്, ചില ഡ്യൂട്ടീസ്. അവ ഏതൊക്കെയാണെന്ന് നമുക്ക് വിശദമായിട്ടൊന്ന് നോക്കാം. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് enumerated in part 4A and consist of a single article 51A. ഇന്ത്യൻ ഭരണഘടനയുടെ 4A പാർട്ടിൽ 51A എന്ന ആർട്ടിക്കിൾ എന്ന അനുച്ഛേദമാണ് മൗലിക കടമകളെ പറ്റി പ്രതിപാദിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 4A 4A ആർട്ടിക്കിൾ 51A മൗലിക കടമകളെ പറ്റി പ്രതിപാദിക്കുന്നത്. അതിനുള്ളിൽ തന്നെ 11 ഉപ അനുച്ഛേദങ്ങളാണുള്ളത്. ഇതിനുള്ളിൽ തന്നെ 11 സബ് ആർട്ടിക്കിൾസ് ആണുള്ളത്. മൗലിക കടമകളുടെ ആർട്ടിക്കിൾ 51A 11 സബ് ആർട്ടിക്കിൾസ് ഉണ്ട്. അതായത് 11 മൗലിക അവകാശങ്ങൾ നമുക്കുണ്ട് എന്ന് ഓർത്തിരിക്കുക. മൗലിക അവകാശങ്ങൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ മൗലിക കടമകൾ, 11 മൗലിക കടമകളെ എങ്ങനെയാണ് നമ്മുടെ നമ്മുടെ ഭരണഘടനയിലേക്ക് ആഡ് ചെയ്ത് നോക്കാം. ആഡഡ് ബൈ 42nd കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ആക്ട് 1976. നമ്മൾ ജസ്റ്റ് പറഞ്ഞു വെച്ചതേ ഉള്ളൂ അല്ലേ. ഇന്ദിരാഗാന്ധിയുടെ കാലത്ത്, ഫക്രുദ്ദീൻ അലി അഹമ്മദ് എന്ന പ്രസിഡൻറ്റിൻ്റെ കാലത്ത് നമ്മൾ എന്ത് ചെയ്തു, 42ാം ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്നു. ഈ ഭരണഘടനാ ഭേദഗതിയിലൂടെ, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഈ ഭേദഗതിയിലൂടെ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആഡ് ചെയ്തതാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. ഇനി ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, മൗലിക കടമകൾ റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റി സ്വരൺ സിംഗ് കമ്മിറ്റി എന്ന് ഓർത്തിരിക്കുക. മൗലിക കടമകൾ പരാമർശിച്ച കമ്മിറ്റി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ സ്വരൺ സിംഗ് കമ്മിറ്റി എന്ന് ഓർത്തിരിക്കുക കേട്ടോ. വൺ മോർ ഡ്യൂട്ടി ആഡ്, അതെ, ആദ്യമായിട്ട് മൗലിക കടമകൾ ഭരണഘടനയിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 10 കടമകളാണ് ഉണ്ടായിരുന്നത്. 10 കടമകളാണ് ഉണ്ടായിരുന്നത്. അത് 11 ആയപ്പോഴാണ്, ശ്രദ്ധിക്കുക, ഈ 10 11 ആയപ്പോഴാണ് 2002 86ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് കേട്ടോ. 2002 86th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റിലൂടെയാണ് ഒരു മൗലിക കടമ കൂടി നമ്മൾ ആഡ് ചെയ്തത്. അങ്ങനെ 11 മൗലിക കടമകളായി മാറിയത്. ഓക്കെ, 2002 86ാമത്തെ ഭരണഘടനാ ഭേദഗതി. ഓക്കെ, അപ്പം ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് പഠിക്കുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട ഭേദഗതി 42ാം ഭേദഗതി. മൗലിക കടമകൾ പഠിക്കുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട ഭേദഗതി 86ാം ഭേദഗതി. വർഷം 2002. ഓക്കെ, അതുപോലെ എത്ര മൗലിക കടമകളാണ് നമുക്കുള്ളതെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ, 11 കേട്ടോ. 11. ഐഡിയ ഓഫ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഇൻസ്പയർഡ് ഫ്രം USSR കോൺസ്റ്റിറ്റ്യൂഷൻ, യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കിൽ നിന്നാണ് മൗലിക കടമകൾ എന്ന ആശയം നമ്മൾ ഉൾക്കൊണ്ടത്. യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്, USSRൻ്റെ ഭരണഘടനയിൽ നിന്നാണ് മൗലിക കടമകൾ എന്നുള്ള ആശയം നമ്മൾ ഉൾക്കൊണ്ടത്. അതിനുശേഷം ഡ്യൂട്ടീസ് ആർ ആപ്ലിക്കബിൾ ഓൺലി ടു സിറ്റിസൺ ഓഫ് ഇന്ത്യ. ഇതൊന്ന് ഓർത്തിരുന്നാണ് കേട്ടോ. ഇന്ത്യയിലേക്ക് വരുന്നവർക്കും പോകുന്നവർക്കും ഒന്നും മൗലിക കടമകൾ ബാധകമല്ല. ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമാണ് മൗലിക കടമകൾ ബാധകമായിട്ടുള്ളത് എന്നുകൂടി ഒന്ന് ഓർത്തിരിക്കുക. ഇന്ത്യൻ പൗരന്മാർക്ക്, ദ സിറ്റിസൺസ് ഓഫ് ഇന്ത്യ, ഓർക്കുക. ഓക്കെ, യെസ്. അതുപോലെ സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ ചില നിർദ്ദേശങ്ങളെ പറ്റി ഒന്ന് നോക്കാം കേട്ടോ. പേയിങ് ടാക്സസ്, നികുതി അടയ്ക്കുക. അതുപോലെ വോട്ടിംഗ് ഇൻ ഇലക്ഷൻസിൽ വോട്ട് ചെയ്യുക എന്നിവ എന്താണ്, സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനിൽ ഉണ്ടായിരുന്നുവെങ്കിലും അവ മൗലിക കടമയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതായത് നികുതി അടയ്ക്കുക, കൃത്യമായി നികുതി അടയ്ക്കുക എന്നതും തിരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്യുക എന്നതും സ്വരൺ സിംഗ് കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തിരുന്നതായിരുന്നു എങ്കിലും അത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുകൂടി ഓർക്കുക. ലൈക്ക് ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, ദ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആർ ഓൾസോ നോൺ ജസ്റ്റിസബിൾ നേച്ചർ. അല്ലേ, മാർഗനിർദ്ദേശക തത്വങ്ങളിൽ നമ്മൾ കണ്ടതുപോലെ തന്നെ എന്താണ്, മൗലിക കടമകളും നോൺ ജസ്റ്റിസയബിൾ ആണ് എന്നോർത്തിരിക്കുക കേട്ടോ. നോൺ ജസ്റ്റിസയബിൾ ആണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ നിലവിൽ ജസ്റ്റിസയബിൾ ആയിട്ടുള്ളത് ആര് മാത്രമാണ്? നിലവിലത്തെ സാഹചര്യത്തിൽ ജസ്റ്റിസയബിൾ ആയിട്ടുള്ളത് ആര് മാത്രമാണ്?
ഫണ്ടമെൻ്റൽ റൈറ്റ്സ് മാത്രമാണ്. യെസ്, അപ്പോൾ ഇതാണ് സ്വരൺ സിംഗ് കമ്മിറ്റി. അതുപോലെ എന്താണ് നോൺ ജസ്റ്റിസേബിൾ ഇൻ നേച്ചർ എന്ന കാര്യം കൂടി ഒന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ഡ്യൂട്ടീസ്, മൗലിക കടമകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. 1. To abide by the constitution and respect its ideals and institutions, the national flag and the national anthem. ഇന്ത്യൻ ഭരണഘടനയെ അനുസരിക്കുകയും അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും നമ്മുടെ രാജ്യത്തിൻ്റെ ഐഡിയൽസിനെയും നമ്മുടെ രാജ്യത്തിൻ്റെ പതാകയെയും നമ്മുടെ രാജ്യത്തിൻ്റെ ദേശീയ ഗാനത്തെയും ബഹുമാനിക്കുക. ദേശീയ ഗീതം ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. ദേശീയ ഗീതം ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. ആക്ച്വൽ സ്ക്രിപ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്നത് ദേശീയ പതാകയും ദേശീയ ഗാനവുമാണ് കേട്ടോ. ദേശീയ പതാകയും ദേശീയ ഗാനവുമാണ്. 1. 2. To cherish and follow the noble ideals that inspired the national struggle for freedom. സ്വാതന്ത്ര്യ സമര സേനാനികളെയും സ്വാതന്ത്ര്യ സമരം മുന്നോട്ട് വെച്ച ആശയങ്ങളെയും ഒക്കെ ബഹുമാനിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് മൗലിക കടമയുടെ ഭാഗമാണ്. സി. To uphold and protect the sovereignty, unity, integrity of India. ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ പരമാധികാരത്തെയും ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ യൂണിറ്റിയെയും ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഇൻറ്റഗ്രിറ്റിയെ സമഗ്രതയെയും ഒക്കെ ഉയർത്തിപ്പിടിക്കുക, സംരക്ഷിക്കുക എന്നുള്ളതും മൗലിക കടമയാണ്. അടുത്തത്, ടു ഡിഫെൻഡ് ദ കൺട്രി ആൻഡ് റെൻഡർ നാഷണൽ സർവീസ് വെൻ കോൾഡ് അപ്പോൺ ടു ഡു. സ്വന്തം രാജ്യത്തെ സംരക്ഷിക്കുകയും സാഹചര്യം അല്ലെങ്കിൽ അവസരം വരികയാണെങ്കിൽ രാജ്യത്തിന് വേണ്ടി സേവനമനുഷ്ഠിക്കാനും തയ്യാറാവണം എന്നുള്ളതും മൗലിക കടമയുടെ ഭാഗമാണ്. അതുപോലെ ടു പ്രൊമോട്ട് ഹാർമണി, സ്പിരിറ്റ് ഓഫ് കോമൺ ബ്രദർഹുഡ് എമോങ്സ്റ്റ് ഓൾ ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, എൻഷുവർ ഡിഗ്നിറ്റി ഓഫ് വുമൺ. പ്രത്യേകം ശ്രദ്ധിക്കുക, ഡിഗ്നിറ്റി ഓഫ് വിമൺ, എൻഷുവർ ഡിഗ്നിറ്റി ഓഫ് വിമൺ. സ്ത്രീകളുടെ ആത്മാഭിമാനം സംരക്ഷിക്കുക എന്നുള്ളത് മൗലിക കടമയാണ് കേട്ടോ. എൻഷുവർ ഡിഗ്നിറ്റി ഓഫ് വിമൺ എന്നുള്ളത് മൗലിക കടമയാണെന്ന് ഓർത്തിരിക്കുക. ടു വാല്യൂ ആൻഡ് പ്രിസർവ് ദ റിച്ച് ഹെറിറ്റേജ് ഓഫ് ദ കൺട്രി. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ വളരെ സമഗ്രമായിട്ടുള്ള വളരെ സമ്പന്നമായിട്ടുള്ള സാംസ്കാരിക പൈതൃകത്തെ ബഹുമാനിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളതും മൗലിക കടമയാണ്. അതുപോലെ ഈ ജി ഒന്ന് ഓർത്തിരിക്കണേ. ടു പ്രൊട്ടക്റ്റ് ആൻഡ് ഇംപ്രൂവ് ദ നാച്ചുറൽ എൻവറോൺമെൻറ്റ് ഇൻക്ലൂഡിങ് ഫോറസ്റ്റ്, ലേക്ക്, റിവർ ആൻഡ് വൈൽഡ് ലൈഫ് ആൻഡ് ടു ഹാവ് കമ്പാഷൻ ഫോർ ലിവിങ് ക്രീച്ചേഴ്സ്. ഇതുപോലെ ഇതുമായിട്ട് സമാനമായിട്ടുള്ളൊരു പോയിന്റ് തൊട്ട് മുമ്പേ നിർദ്ദേശക തത്വങ്ങൾ നമ്മൾ കണ്ടു. എന്താണ്? വനം, വന്യജീവി അല്ലേ? ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പോയിന്റ് DPSPയിൽ നമ്മൾ കണ്ടു, വനം, വന്യജീവി. ഓർക്കുക, വനം വന്യജീവി എന്ന് മാത്രം പറയുകയാണെങ്കിൽ അത് DPSP. പക്ഷേ കാടെന്നും പുഴയെന്നും റിവറെന്നും വൈൽഡ് ലൈഫ് എന്നും ലിവിങ് ക്രീച്ചേഴ്സ് എന്നൊക്കെ, അല്ലെങ്കിൽ ഓർത്തിരിക്കുക ഫോറസ്റ്റ്, വൈൽഡ് ലൈഫ് എന്ന് മാത്രം പറഞ്ഞാൽ DPSP. ഈ നാച്ചുറൽ എൻവറോൺമെൻറ്റ്, ഫോറസ്റ്റ്, ലേക്സ്, റിവേഴ്സ് ഇതൊക്കെ വിശദമായി പറയുന്നത് എവിടെയാണ്? മൗലിക കടമയാണ്. കാരണം ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് പ്രൊട്ടക്ഷൻ ഓഫ് വൈൽഡ് ലൈഫ്, പ്രൊട്ടക്ഷൻ ഓഫ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് എന്നത് ഒരു മൗലിക കടമയാണ് എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ചലഞ്ചിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എങ്കിൽ പോലും കൃത്യമായി സ്ക്രിപ്റ്റ് പഠിക്കുന്ന ഒരാൾക്ക് മനസ്സിലാകും ഫോറസ്റ്റ്, വൈൽഡ് ലൈഫ് എന്ന് മാത്രം പ്രതിപാദിക്കുന്ന എവിടെയാണ്? DPSPയിലാണ്. മൗലിക കടമയിൽ എന്തൊക്കെയാണ് പറയുന്നത്? ടു ഇംപ്രൂവ് ദി നാച്ചുറൽ എൻവറോൺമെൻറ്റ്, ഫോറസ്റ്റ്, ലേക്ക്, റിവർ, വൈൽഡ് ലൈഫ്. ഓർത്തിരുന്നോ? സിമ്പിളായിട്ട് ഓർത്തിരിക്കാം. ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് DPSP. അതുപോലെ എൻവറോൺമെൻറ്റ്, ഫോറസ്റ്റ്, ലേക്ക്, റിവർ, വൈൽഡ് ലൈഫ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. ഇങ്ങനെ ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. അതുപോലെ ടു ഡെവലപ്പ് സയൻറ്റിഫിക് ടെമ്പർ, ഹ്യൂമനിസം ആൻഡ് സ്പിരിറ്റ് ഓഫ് എൻക്വയറി ആൻഡ് റിഫോം. അതായത് ശാസ്ത്രീയമായ അവബോധം വളർത്തിയെടുക്കുക, മാനുഷികമായിട്ടുള്ള ആശയങ്ങൾ, മനുഷ്യത്വപരമായിട്ടുള്ള ആശയങ്ങൾ ഡെവലപ്പ് ചെയ്യുക, അന്വേഷണ ത്വരയുണ്ടാവുക, എല്ലാ തരത്തിലും അക്കാദമികമായിട്ടുള്ള മുന്നേറ്റങ്ങളിലേക്ക് കടന്നു വരിക എന്നുള്ളതും മൗലിക കടമയുടെ ഭാഗമാണ്. മൗലിക കടമയുടെ ഭാഗമാണ്. അതിനുശേഷം നമ്മൾ വരുന്നത് അടുത്ത മൗലിക കടമകളിലേക്കാണ്. ടു സേഫ് ഗാർഡ് പബ്ലിക് പ്രോപ്പർട്ടി ആൻഡ് ടു അബ്ജുവർ വയലൻസ്. പൊതുമുതൽ സംരക്ഷിക്കുക എന്നുള്ളത് ഒരു മൗലിക കടമയാണ് കേട്ടോ. പൊതുമുതൽ സംരക്ഷിക്കുക എന്നുള്ളത് ഒരു മൗലിക കടമയാണ്.
ഓക്കെ, ബസ് തല്ലിപ്പൊളിക്കുന്നവരും പ്രതിഷേധിക്കുന്നതിനിടയ്ക്ക് സർക്കാർ ഓഫീസുകൾ കത്തിക്കുന്നവരും അതുപോലെ പൊതുസ്ഥലങ്ങൾ മലിനമാക്കുന്നവരും ഒക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്. പൊതുമുതൽ സംരക്ഷിക്കുക എന്നുള്ളത് ഒരു ഇന്ത്യൻ പൗരൻ്റെ മൗലിക കടമയാണ്. അതിനുശേഷം ടു സ്ട്രൈവ് ടുവാർഡ്സ് എക്സലൻസ് ഇൻ ഓൾ സ്പിയേഴ്സ് ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് കളക്റ്റീവ് ആക്ടിവിറ്റി സോ ദാറ്റ് ദ നേഷൻ കോൺസ്റ്റന്റ്ലി റൈസസ് ടു ഹയർ ലെവൽസ്. അതായത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പുരോഗമനത്തിന് വേണ്ടി നമ്മൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുക, മികച്ച പ്രകടനം കാഴ്ചവെക്കുക എന്നുള്ളതും നമ്മുടെ ഒരു മൗലിക കടമ തന്നെയാണ് കേട്ടോ. സ്ട്രൈവ് ടുവാർഡ്സ് എക്സലൻസ്, അതായത് രാജ്യത്തിന് വേണ്ടി മികച്ച പ്രകടനം, മികച്ച പഠനം, മികച്ച പ്രവർത്തനം, മികച്ച ജോലി, മികച്ച ജീവിതം മുതലായവ കാഴ്ചവെക്കുന്നതൊക്കെ ഒരു പൗരനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മൗലിക കടമയുടെ ഭാഗമാണ്. അവസാനമായിട്ട് ടു പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ എഡ്യൂക്കേഷൻ ടു ഹിസ് ചൈൽഡ് ഓർ വാട്ട് ബിറ്റ്വീൻ ദി ഏജ് ഓഫ് 6 and 14 years. ഇതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അതായത് 86-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ 11ാമതായിട്ട് പുതിയൊരു മൗലിക കടമ ആഡ് ചെയ്തു എന്ന് നമ്മൾ പഠിച്ചു. അതാണ് ഇത്, ടു പ്രൊവൈഡ് opportunities for education to his child or what between the age of 6 and 14 years. മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കൾ 6 മുതൽ 14 വയസ്സ് വരെ പ്രായത്തിലുള്ളവരാണെങ്കിൽ അവർക്ക് നിർബന്ധമായും വിദ്യാഭ്യാസം എൻഷുർ ചെയ്യുക എന്നുള്ളത് ഒരു പൗരൻ എന്ന നിലയിൽ നിങ്ങളുടെ കടമയാണ് എന്ന് ഇവിടെ പറയുന്നു. 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉറപ്പാക്കുക എന്നുള്ളത് മാതാപിതാക്കളുടെയും ബന്ധുമിത്രാദികളുടെയും ഒക്കെ കടമയാണ് എന്ന് ഇവിടെ പറയുന്നു. അതാണ് ടു പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ എഡ്യൂക്കേഷൻ ടു ഹിസ് ചൈൽഡ്. മാതാപിതാക്കളുടെ ഒരു ഐഡിയ ആണ് അവിടെ വരുന്നത് കേട്ടോ. പാരൻസിൻ്റെ ഉത്തരവാദിത്തങ്ങളിലേക്ക് കൂടി ഒന്ന് നമ്മൾ കടന്നു ചെല്ലേണ്ടിയിരിക്കുന്നു എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട മൗലിക കടമകൾ. ഒരുപാട് ചോദ്യങ്ങളൊന്നും ഈ ഭാഗത്തുനിന്ന് ചോദിച്ച് കണ്ടിട്ടില്ലെങ്കിലും ചില സംശയങ്ങൾ നമ്മൾ ദൂരീകരിച്ചല്ലോ അല്ലേ. വൈൽഡ് ലൈഫ്, ഫോറസ്റ്റ്, അതുപോലെ റിവർ, ലേക്ക്, ഫോറസ്റ്റ്, നാച്ചുറൽ എൻവറോൺമെൻറ്റ്, അതൊക്കെ നമ്മൾ കണ്ടു. അതിൻ്റെ സംശയം ഒന്ന് ക്ലിയർ ചെയ്ത് വെക്കുക. അതുപോലെ ഡിഗ്നിറ്റി ഓഫ് വിമൺ അതൊന്ന് ക്ലിയർ ചെയ്ത് വെക്കുക. അതുപോലെ മാതാപിതാക്കൾക്ക് മക്കളോടുള്ള കടമ അതുകൂടി ഒന്ന് മനസ്സിൽ സൂക്ഷിച്ച് വെക്കുക. ഇത്തരം കാര്യങ്ങളിലൂടെയൊക്കെ ആയിരിക്കും PSC സഞ്ചരിക്കുക എന്നുള്ളത് കൊണ്ടാണ്. ഓക്കെ, താങ്ക് യു. പ്രിയ സുഹൃത്തുക്കളെ, PSC ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം സിറ്റിസൺഷിപ്പ്, പൗരത്വം എന്ന വിഷയമാണ്. നമുക്കറിയാം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം നമ്മുടെ രാജ്യം നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്നായിരുന്നു ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലേക്കും പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്കുമുള്ള തുടർച്ചയായ ജനങ്ങളുടെ പലായനം. ഒരു രാത്രി കൊണ്ട് ഒരു സ്വന്തം നാട് അവരുടേതല്ലാതായി മാറുകയും ഒരു രാത്രി ഉറങ്ങി എണീറ്റ് കഴിഞ്ഞപ്പോൾ അവരറിയുന്നത് അവർ ഇത്രയും കാലം അധിവസിച്ചു കൊണ്ടിരുന്ന നാടും വീടും ഒന്നും അവരുടേതല്ലെന്നും അവർ മറ്റ് ദേശങ്ങളിലേക്ക് പലായനം ചെയ്തു പോകണമെന്നും അവരറിയുമ്പോൾ സ്വന്തം ജീവനും കയ്യിലെടുത്ത് പിടിച്ചുകൊണ്ട് കിലോമീറ്ററുകളോളം പലായനം ചെയ്യേണ്ടി വന്ന ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ജീവിത ദുരിതങ്ങൾ ഇന്ത്യ ചരിത്രത്തിലും നമ്മൾ പഠിക്കുന്നുണ്ട്. ശരിയല്ലേ? അപ്പോൾ എന്തായിരുന്നു ഈ വലിയ പലായനത്തിനുള്ളൊരു കാരണം എന്നന്വേഷിച്ച് പോകുമ്പോൾ നമ്മൾ എത്തിച്ചേരുന്ന ഒരു ഉത്തരം പൗരത്വം എന്നുള്ളതാണ്. കാരണം 2 രാജ്യങ്ങൾ അല്ലേ, ഇന്ത്യ എന്ന വലിയ ഒരു ഭൂപ്രദേശത്തെ വിഭജിച്ച് പാകിസ്ഥാൻ എന്നും ഇന്ത്യ എന്നുമുള്ള 2 രാജ്യങ്ങളായി മാറിയപ്പോൾ ഓരോ രാജ്യത്തിൻ്റെയും പൗരത്വം ലഭിക്കാൻ സാധ്യതയില്ലാത്തവർ അന്യരായി മാറുകയും അവരെ മറ്റ് സ്ഥലങ്ങളിലേക്ക് ആട്ടിപ്പായിക്കുകയും ചെയ്ത ഒരു കഥ അല്ലെങ്കിൽ ഒരു സംഭവം ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഉണ്ടായി എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ എന്താണ് പൗരത്വം? എന്തുകൊണ്ടാണ് ഈ പൗരത്വം എന്ന് പറയുന്ന സംഗതി അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത് ഇത്ര പ്രശ്നമായി മാറുന്നത് എവിടെയാണ് എന്ന് ചിന്തിക്കുമ്പോഴാണ് പൗരത്വത്തിൻ്റെ അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചുള്ള പഠനത്തിൻ്റെ പ്രാധാന്യം ഇവിടെ ഉണ്ടാവുന്നത്. ഇപ്പോൾ കേരള PSCയെ സംബന്ധിച്ചിടത്തോളം സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത് ഒരുപാട് പ്രാധാന്യം കൊടുക്കേണ്ടുന്ന ഒരു വിഷയമല്ലെങ്കിൽ പോലും ഇതിൻ്റെ പ്രധാനപ്പെട്ട വസ്തുതകളെ ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നമുക്ക് നല്ലതാണ് എന്നുള്ളതാണ് കാര്യം. ഓക്കെ, പൗരത്വം, സിറ്റിസൺഷിപ്പ്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് ഒരു സിംഗിൾ സിറ്റിസൺഷിപ്പാണ് ഉള്ളത്, ഒരു ഏക പൗരത്വമാണുള്ളത്. അതായത് നമ്മളെല്ലാവരും ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ പൗരന്മാരാണ്, ഇന്ത്യക്കാരാണ് എന്നുള്ളതാണ് ആദ്യമായി പറയുവാനുള്ള ഒരു കാര്യം. പൗരത്വം എന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഡെഫിനിഷൻ, ഒരു വ്യാഖ്യാനം എന്ന രീതിയിൽ പറയുവാൻ കഴിയുന്നത്
ഫുൾ മെമ്പർഷിപ്പ് ഓഫ് ദി ഇന്ത്യൻ സ്റ്റേറ്റ് ആൻഡ് ഓ അലീജിയൻസ് ടു ഇറ്റ്, അല്ലെങ്കിൽ ദ കംപ്ലീറ്റ് മെമ്പർഷിപ്പ് ഓഫ് എ പേഴ്സൺ ഇൻ എ പൊളിറ്റിക്കൽ എൻറ്റിറ്റി എന്ന് പറയാം. ഒരു മനുഷ്യൻ്റെ ഒരു രാഷ്ട്രത്തിലെ പൂർണ്ണമായിട്ടുള്ള അംഗത്വം, ഒരു വ്യക്തിയുടെ ഒരു രാഷ്ട്രത്തിലുള്ള പൂർണ്ണമായ അംഗത്വത്തെയാണ് നമ്മൾ സിറ്റിസൺഷിപ്പ് എന്ന് പറയുക. അതോടൊപ്പം തന്നെ ആ രാജ്യത്തോടുള്ള അദ്ദേഹത്തിൻ്റെ വിധേയത്വവും അവിടെ സൂചിപ്പിക്കേണ്ടിയിരിക്കുന്നു. സിറ്റിസൺ ആർ ഫുൾ മെമ്പേഴ്സ് ഓഫ് ദി ഇന്ത്യൻ സ്റ്റേറ്റ് ആൻഡ് ഓ അലീജിയൻസ് ടു ഇറ്റ്. എന്താണ് ഒരു ഇന്ത്യൻ സിറ്റിസൺ എന്ന് പറഞ്ഞാൽ ആരാണ് എന്ന ചോദ്യത്തിന് ഇതാണ് ഉത്തരം. ഫുൾ മെമ്പേഴ്സ് ഓഫ് ദി ഇന്ത്യൻ സ്റ്റേറ്റ്. ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രത്തിൻ്റെ പൂർണ്ണമായുള്ള അംഗത്വം കയ്യിലുള്ളവരാണ് ഇന്ത്യയുടെ സിറ്റിസൺ എന്ന് പറയുന്നത്. അതുപോലെ ഓഫ് അലീജിയൻസ് ടു ഇറ്റ്, ഇന്ത്യയോട് വിധേയത്വം പുലർത്തുകയും ചെയ്യുന്ന വ്യക്തിയെയാണ് നമ്മൾ സിറ്റിസൺ എന്ന് പറയുക. ഇനി നമ്മുടെ രാജ്യത്ത് 2 തരത്തിലുള്ള ആൾക്കാരെ നമുക്ക് കണ്ടെത്തുവാനായിട്ട് കഴിയും നമ്മുടെ രാജ്യത്ത്, അല്ലേ? അതൊന്ന് സിറ്റിസൺസ് ആണ്, ഇന്ത്യയുടെ പൗരന്മാർ. രണ്ടാമത്തേത് ഏലിയൻസ് ആണ്, അതായത് വിദേശത്തു നിന്നുള്ളവർ അല്ലെങ്കിൽ വിദേശികൾ എന്ന് പറയും. അതായത് ഒന്ന് സിറ്റിസൺസ്, 2 ഏലിയൻസ്. ഇനി ഈ ഏലിയൻസിൽ തന്നെ 2 വ്യത്യസ്തമായിട്ടുള്ള തരംതിരിവുകളുണ്ട്. ഒന്ന് ഫ്രണ്ട്ലി ഏലിയൻസും മറ്റൊന്ന് അൺഫ്രണ്ട്ലി ആയിട്ടുള്ള ഏലിയൻസും. അതായത് ഫ്രണ്ട്ലി ഏലിയൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ വിദേശ നയങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന സുഹൃത്തുക്കളായ രാജ്യത്തിൽ നിന്നുള്ളവരെയാണ് നമ്മൾ ഫ്രണ്ട്ലി ഏലിയൻസ് എന്ന് പറയുക. അങ്ങനെ അല്ലാത്തവരെയാണ്, പ്രത്യേകിച്ച് പാകിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളിൽ നിന്നും വരുന്നവരുടെ ഒരു വിഭാഗത്തെ നമുക്ക് അൺഫ്രണ്ട്ലി ആയിട്ടുള്ള ഏലിയൻസ് എന്ന ഗണത്തിലും പെടുത്താനായിട്ട് കഴിയും എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. ഏലിയൻസ് ആർ ദ സിറ്റിസൺസ് ഓഫ് സം അതർ സ്റ്റേറ്റ് ആൻഡ് ഡു നോട്ട് എൻജോയ് ഓൾ ദ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ്. ഒരു പൗരന് നമ്മുടെ രാജ്യം വിഭാവനം ചെയ്യുന്ന എല്ലാ അവകാശങ്ങളെയും ആസ്വദിക്കാൻ കഴിയാത്ത ഒരു വിഭാഗമുണ്ട്. ഒരുപക്ഷെ അവർ മറ്റു രാജ്യങ്ങളിൽ നിന്നും നമ്മുടെ ദേശത്തേക്ക് വന്ന് ജീവിക്കുന്നവരായിരിക്കാം. അവരെ നമുക്ക് ഏലിയൻസ് എന്ന് പറയാം എന്നതിൽ തെറ്റില്ല. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് ദ സിറ്റിസൺഷിപ്പ് ഫ്രം ആർട്ടിക്കിൾ 5 to 11. ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം 5 മുതൽ അനുച്ഛേദം 11, ആർട്ടിക്കിൾ 11 വരെയാണ് പൗരത്വത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. ഏത് പാർട്ടിലാണ്? പാർട്ട് 2. ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 2-വിൽ ആർട്ടിക്കിൾ 5 മുതൽ ആർട്ടിക്കിൾ 11 വരെയാണ് പൗരത്വത്തെ പറ്റി സംസാരിക്കുന്നത്. ഇറ്റ് എംപവേഴ്സ്, അതായത് ഈ ഭരണഘടനയിൽ വളരെ ലളിതമായിട്ട് എന്താണ് പൗരത്വമെന്നും ആരാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ആരൊക്കെയാണ് ഇന്ത്യയിലെ പൗരന്മാരെന്നും പറഞ്ഞു വെക്കുന്നതല്ലാതെ വളരെ വിശാലമായൊരു പ്രൊവിഷൻസ് ഒന്നും ഭരണഘടനയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പൗരത്വത്തെ സംബന്ധിച്ചുള്ള എല്ലാ നിയമങ്ങളും ഉണ്ടാക്കുന്നതിനും നിയമങ്ങളിൽ മാറ്റം വരുത്തുന്നതിനുമുള്ള പൂർണ്ണമായ അധികാരം ഭരണഘടന ആരെ ഏൽപ്പിച്ചിരിക്കുന്നു? ഇന്ത്യൻ പാർലമെൻറ്റിനെ ഏൽപ്പിച്ചിരിക്കുന്നു. പൗരത്വ സംബന്ധമായിട്ടുള്ള എല്ലാത്തരം നിയമങ്ങളും സൃഷ്ടിക്കുകയും അത് സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിന് നടപ്പാക്കുന്നതിനുമുള്ള എല്ലാ അധികാരങ്ങളും ഭരണഘടന ഇന്ത്യൻ പാർലമെൻറ്റിനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. ഇറ്റ് എംപവേഴ്സ് ദ പാർലമെൻറ്റ് to enact a law to provide for such matters and any other matters relating to citizenship. പൗരത്വം സംബന്ധിച്ചുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാ കാര്യങ്ങൾക്കും നിയമം നിർമ്മിക്കുന്നതിനുള്ള അധികാരം ഭരണഘടന പാർലമെൻറ്റിനെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ഇനി സിറ്റിസൺഷിപ്പ് ആക്ട് ഓഫ് 1955 1955 പുറത്തിറങ്ങിയ പൗരത്വ നിയമം അനുസരിച്ച് ഒരു ഇന്ത്യൻ പൗരത്വം നേടിയെടുക്കുന്നതിന് 5 മാർഗങ്ങളാണുള്ളത്. 1955 ഇന്ത്യൻ പൗരത്വ നിയമം അനുസരിച്ച്, സിറ്റിസൺഷിപ്പ് ആക്ട് അനുസരിച്ച് ഒരു വ്യക്തിക്ക് ഇന്ത്യൻ പൗരനായി തീരുവാൻ 5 മാർഗങ്ങളാണുള്ളത്. 5 മാർഗങ്ങൾ. അതിൽ ഒന്നാമത്തേത് ബൈ ബർത്ത്, ജനനത്തിലൂടെയുള്ള സിറ്റിസൺഷിപ്പ്, അല്ലേ? ഒരു വ്യക്തി ഇന്ത്യയിൽ ജനിക്കുന്നതിനനുസരിച്ച് അവന് ലഭ്യമാകുന്ന സിറ്റിസൺഷിപ്പ്. രണ്ടാമത്തേത് ബൈ ഡിസെൻറ്റ്, പാരമ്പര്യത്തിലൂടെയുള്ള സിറ്റിസൺഷിപ്പാണ് ബൈ ഡിസെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തേത് ബൈ രജിസ്ട്രേഷൻ, അതായത് ഒരു ഇന്ത്യൻ പൗരനായിട്ട് രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഇന്ത്യക്കാരനായി മാറുന്ന, ഇന്ത്യൻ പൗരനായി മാറുന്ന പ്രക്രിയയാണ്. നാലാമത്തേത് ബൈ നാച്ചുറലൈസേഷൻ, ഇന്ത്യയിലെ സ്ഥിരതാമസത്തിലൂടെ പൗരത്വം നേടിയെടുക്കുന്ന പ്രക്രിയയാണ് ബൈ നാച്ചുറലൈസേഷൻ.
അഞ്ചാമതായി ബൈ ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിട്ടറി. നമ്മുടെ രാജ്യം മറ്റേതെങ്കിലും രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന ഒരു പ്രവിശ്യയെ നമ്മുടെ രാജ്യത്തോട് ചേർക്കുകയാണെങ്കിൽ, നമ്മുടെ അതിർത്തിക്കുള്ളിലേക്ക് ആക്കുകയാണെങ്കിൽ, ആ ഭാഗത്ത് അധിവസിക്കുന്ന ജനങ്ങളെ ഇന്ത്യയുടെ പൗരന്മാരാക്കി മാറ്റുന്നതിനുള്ള അവകാശം ആർക്കുണ്ട്? നമ്മുടെ രാജ്യത്തിനുണ്ട്. ബൈ ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിട്ടറി. ഈ രീതിയിൽ അഞ്ചു പ്രക്രിയകളിലൂടെയാണ് ഒരു ഇന്ത്യൻ പൗരത്വം നേടിയെടുക്കാനായിട്ട് സാധിക്കുക. ബൈ ബർത്ത്, ബൈ ഡിസെൻറ്റ്, ബൈ രജിസ്ട്രേഷൻ, ബൈ നാച്ചുറലൈസേഷൻ ആൻഡ് ബൈ ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിട്ടറി. ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിട്ടറി. ഈ 5 കാര്യങ്ങൾ ഒന്ന് ഓർത്തിരിക്കുക. PSC ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്.